ഈ വർഷത്തെ LBS വഴിയുള്ള നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ +2 റിസൾട്ട് വന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതിനു മുമ്പ് തന്നെ എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്? അതായത് ജനറൽ കാറ്റഗറിയിലുള്ളവരും റിസർവേഷൻ കാറ്റഗറിയിലുള്ളവരും സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതോടൊപ്പം ആപ്ലിക്കേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ്സ് ഒരു 10 കോളേജുകളുടെ ലിസ്റ്റും അറിഞ്ഞിരിക്കണം. ഈ 10 കോളേജുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്ഷനിൽ കൊടുക്കാൻ സാധിക്കും. അതായത് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജുകളുടെ ലിസ്റ്റാണ് ഈ 10 കോളേജുകളിൽ വരേണ്ടത്. കോളേജുകൾ സെലക്ട് ചെയ്യുന്നതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കാനുണ്ട്. അതായത് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലുള്ള കോളേജസ് ഏതൊക്കെയാണ്, നഴ്സിംഗ് കോളേജ്, ഗവൺമെൻറ് നഴ്സിംഗ് കോളേജസ്, സിമെറ്റ്, ഇതൊക്കെ ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി നിങ്ങൾക്കൊരു അറിവുണ്ടായിരിക്കണം. കോളേജ് സെലക്ട് ചെയ്യുമ്പം ഏറ്റവും നല്ല കോളേജ് എന്ന് ഒരു കോളേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പം അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നോക്കിയോ അല്ലെങ്കിൽ വളരെ വർഷങ്ങൾ മുമ്പുള്ള കോളേജാണ് അങ്ങനെ നോക്കിയോ ഒരിക്കലും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും ഒരു കോളേജിൻ്റെ ക്വാളിറ്റീനെ ഇംപ്രൂവ് ചെയ്യുന്നില്ല. അലോട്ട്മെൻറ്റ് നടക്കുന്നത് മാർക്കിൻ്റെ ബേസിസിലാണ്. അതുകൊണ്ട് തന്നെ 98 ആൻഡ് എബോവ് മാർക്കുള്ളവർക്ക് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകൾ കൂടുതൽ പ്രിഫറൻസ് കൊടുത്ത് ചൂസ് ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം സിമെറ്റ് കോളേജുകളും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു 95 എബോവ് ഉള്ളവർ സിമെറ്റ് കോളേജും പ്രൈവറ്റ് മാനേജ്മെൻറ്റിലെ തന്നെ കൂടുതൽ സീറ്റ് കപ്പാസിറ്റി ഉള്ള, അതായത് ഒരു 70, 80, 90, 100 വരെ സീറ്റ് കപ്പാസിറ്റി ഉള്ള കോളേജുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. കോളേജ് സെലക്ട് ചെയ്യുമ്പം നിങ്ങൾ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു കോളേജ് സെലക്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം നിങ്ങൾക്ക് മാസത്തിൽ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ആയിരിക്കും വീട്ടിലൊക്കെ ഒന്ന് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരുപാട് ദൂരം ഉണ്ടെങ്കിൽ അത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അവനവൻ്റെ ഡിസ്ട്രിക്റ്റിൽ തന്നെയുള്ള കോളേജസ് അപ്പോഴും ചൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റ്. അതോടൊപ്പം കോളേജിൻ്റെ പേരും സ്ഥലവും നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഒരേ പേരിലുള്ള 2 കോളേജുകൾ പല ഡിസ്ട്രിക്റ്റുകളിലുണ്ട്. അതായത് നിങ്ങൾ ഇതൊന്നും പ്രിപ്പയർ ചെയ്ത് വെക്കാതെ പെട്ടെന്ന് ഈ 10 കോളേജുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യും. അപ്പം നമ്മുടെ ഡിസ്ട്രിക്റ്റിലുള്ള കോളേജാണെന്ന പേര് മാത്രം കണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് അലോക്കേഷൻ വരുമ്പം അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ദൂരമുള്ള കോളേജുകളൊക്കെ വരും. ഇങ്ങനെയുള്ള സ്റ്റുഡൻസൊക്കെ കോളേജിൽ വന്നിട്ടുണ്ട്. പിന്നെ അവർക്കൊരു ട്രാൻസ്ഫർ ഒന്നും വേറെ കോളേജിലേക്ക് ട്രാൻസ്ഫർ കിട്ടാതെ അത്രയും ദൂരെ വന്ന് പഠിക്കേണ്ട അവസ്ഥയൊക്കെ വരും. അതുകൊണ്ട് നിങ്ങൾ ഈ 10 കോളേജിൻ്റെ ലിസ്റ്റും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് വേണം ആപ്ലിക്കേഷൻ കൊടുക്കാനായി പോകാൻ. ഈ വീഡിയോയിൽ നഴ്സിംഗ് കോളേജസ് ഏതല്ല, അതായത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ്, സിമെറ്റ്, പ്രൈവറ്റ് മാനേജ്മെൻറ്റിൽ ഓരോ ഡിസ്ട്രിക്റ്റിലും എത്ര കോളേജസ് ഉണ്ട്, ഇതിൽ NRI കോട്ട, ക്രിസ്ത്യൻ മൈനോറിറ്റി, മുസ്ലിം മൈനോറിറ്റി, ഇങ്ങനെയുള്ള എല്ലാ കോളേജസിനെ കുറിച്ചും നമുക്ക് കാണാം. പ്രൈവറ്റ് മാനേജ്മെൻറ്റിൻ്റെയും 50% അലൊക്കേഷൻ നടക്കുന്ന LBS വഴിയാണ്. ഇതിൽ കൂടുതൽ മാർക്കുള്ളവർക്കാണ് ഹയർ കോളേജ്, അതായത് കൂടുതൽ കപ്പാസിറ്റി, സീറ്റ് കപ്പാസിറ്റി ഉള്ള കോളേജിലേക്ക് അലൊക്കേഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ മാർക്കിനെ കുറിച്ച് നന്നായിട്ട് അവെയർ ആയിരിക്കണം. നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ, അതായത് ഒരു 94, 93% ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും സീറ്റ് കപ്പാസിറ്റി കുറഞ്ഞ ഒരു കോളേജ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിൽ തന്നെ നിങ്ങൾ ഹയർ ഓപ്ഷൻ, ലോവർ ഓപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് ഉണ്ട്. ഇതിൽ പല അലോട്ട്മെൻറ്റുകളും ഉണ്ട്. അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കണം, നിങ്ങൾക്കിപ്പം നിങ്ങളുടെ വീടിന് അടുത്തുള്ള ഒരു കോളേജാണ്. വീടിന് അടുത്തുള്ള കോളേജാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പോയി വരാം, അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഹോസ്റ്റൽ ഫീസ് സേവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഹയർ ഓപ്ഷനിൽ നിന്ന് ഒരിക്കലും ലോവർ ഓപ്ഷനിലേക്ക് വരാൻ സാധിക്കില്ല. കാരണം ലോവർ ഓപ്ഷനിൽ നിന്ന് ഹയർ ഓപ്ഷനിലേക്ക് പോകും. അതായത് നിങ്ങളൊരു 3ാമത്തെ ഓപ്ഷനായിട്ട് ഒരു 100 സീറ്റുള്ള ഒരു കോളേജും നിങ്ങളൊരു 6ാമത്തെ ഓപ്ഷനായിട്ട് 50 സീറ്റുള്ള കോളേജും ചൂസ് ചെയ്തു. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് ഈ 100 സീറ്റുള്ള കോളേജിൽ അഡ്മിഷൻ കിട്ടി. പക്ഷേ നിങ്ങൾക്ക് 60 സീറ്റുള്ള കോളേജിലേക്ക് മാറണം എന്ന് വെച്ചാൽ അത് സാധ്യമല്ല. പക്ഷേ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് 60 സീറ്റുള്ള കോളേജിലാണ്. പക്ഷേ നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിലേക്ക് മാറണം എന്ന് വെച്ചാൽ അതിനുള്ള ഓപ്ഷനുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് കോളേജാണ്, അതൊരു 40 കപ്പാസിറ്റി ഉള്ളെങ്കിൽ നിങ്ങളത് ആദ്യം വെക്കുക. ഏതാണോ ആവശ്യം അത് ആദ്യം വെക്കുക. അതിനുശേഷം നിങ്ങളുടെ അടുത്തുള്ള കോളേജുകൾ, നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള കോളേജുകൾ നിങ്ങൾ ഈ 10 ഓപ്ഷൻ്റെ അടുത്ത് വരുത്തുക. ഈ 10 ഓപ്ഷനിൽ
നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ എല്ലാ ഓപ്ഷനും 70 എബോവ് സീറ്റുള്ള കോളേജ് വെക്കരുത്, നിങ്ങൾക്ക് ചാൻസ് കുറവാണ്. അതുകൊണ്ട് എപ്പോഴും സീറ്റ് കുറഞ്ഞ കോളേജസ്, നിങ്ങളുടെ അടുത്തുള്ള കോളേജസ് എപ്പോഴും ചൂസ് ചെയ്യുക. ബെസ്റ്റ് കോളേജ് എന്നൊരു കോളേജ് നമുക്ക് ഒരിക്കലും പ്രിഫർ ചെയ്യാൻ പറ്റത്തില്ല. 40% മാത്രമാണ് നിങ്ങൾക്ക് കോളേജിൽ നിന്ന് പഠിക്കുന്നത്, ബാക്കി 60% നിങ്ങൾ തന്നെ പഠിക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് എല്ലാ സ്ഥലത്തെയും കോളേജസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതനുസരിച്ച് നിങ്ങൾക്ക് കോളേജ് ചൂസ് ചെയ്ത് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കാവുന്നതാണ്. എപ്പോഴും മാർക്കിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് വരും. ഒരു 85 താഴെയുള്ളവർക്ക് LBS വഴി ആപ്ലിക്കേഷൻ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അവർക്ക് NRI കോട്ടയിലെങ്ങാനും കിട്ടിയാൽ മാത്രമേ ഉള്ളൂ. അതും 80% എബോവ് ആണെങ്കിലാണ് NRI കോട്ടയിലൊക്കെ കിട്ടാനുള്ള ചാൻസ്. സോ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ഡൗട്ടായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടല്, ഞാൻ അതിന് റിപ്ലൈ ചെയ്യില്ല. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാത്തതിനെക്കുറിച്ച് ചോദിച്ചാൽ മാത്രമേ ഇനി കമൻറ്റ് ബോക്സിലുള്ളതിന് ഞാൻ റിപ്ലൈ ചെയ്യുള്ളൂ. ഗവൺമെൻറ് നഴ്സിംഗ് കോളേജസ് ആണ്. ഇതിൽ ഫസ്റ്റ് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ആലപ്പുഴ, കണ്ണൂർ, കോഴിക്കോട്, കോട്ടയം, തൃശ്ശൂർ, ട്രിവാൻഡ്രം, എറണാകുളം, കൊല്ലം, മഞ്ചേരി, പത്തനംതിട്ട, കാസർഗോഡ്, ഇടുക്കി, വയനാട്, പാലക്കാട്. അപ്പം ഇങ്ങനെ 14 ഗവൺമെൻറ് നഴ്സിംഗ് കോളേജസ് ആണുള്ളത്. ഈ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജസിലേക്കുള്ള എല്ലാ സീറ്റും മെറിറ്റ് സീറ്റാണ്. അതായത് LBS വഴി മെറിറ്റിൽ മാത്രമാണ് ഇതിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. ഇതിൽ 50% ആയിരിക്കും ജനറൽ കാറ്റഗറി, ബാക്കി 50% പല റിസർവേഷൻ കാറ്റഗറിക്കായിട്ട് പോകുന്നതായിരിക്കും. അടുത്തത് സിമെറ്റ് ആണ്. അതായത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിയുടെ അണ്ടറിലുള്ള കോളേജുകളാണ്. അത് 11 കോളേജുകളാണ്. ഇതിലും എല്ലാ സീറ്റും മെറിറ്റ് സീറ്റാണ്. അതോടൊപ്പം NRI കോട്ടയും സിമെറ്റിൽ ഉണ്ട്. അത് NRI കോട്ട ആവശ്യമുള്ളവർ അതിൻ്റേതായ ഡോക്യുമെൻറ്റ്സ് അതൊക്കെ എന്തൊക്കെ വേണമെന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. വേണ്ടവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ആ ലിങ്ക് സെലക്ട് ചെയ്താൽ മതി. സോ സിമെറ്റ് കോളേജസ് ഫസ്റ്റ് പള്ളുരുത്തി, എറണാകുളം, അവിടെ 51 മെറിറ്റ് സീറ്റും 9 NRIയുമാണ്. അങ്ങനെ 60 സീറ്റ്. അപ്പോൾ സിമെറ്റിലെ എല്ലാ കോളേജിലും തന്നെ 60 സീറ്റാണ്. അതിൽ 9 NRI സീറ്റാണ്. അടുത്തത് സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് മലമ്പുഴ, പാലക്കാട്. ദെൻ സിമെറ്റ് നഴ്സിംഗ് കോളേജ് തിരുവനന്തപുരം. അടുത്തത് സിമെറ്റ് നഴ്സിംഗ് കോളേജ് കാസർഗോഡ്, വർക്കല, നെയ്യാറ്റിൻകര, നൂറനാട്, ധർമ്മടം, തളിപ്പറമ്പ്, കോന്നി, മലപ്പുറം. ഇങ്ങനെ 11 സിമെറ്റ് നഴ്സിംഗ് കോളേജസ് ആണ് ഉള്ളത്. അടുത്ത് സിപാസ്, അതായത് സെൻറ്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസ്. സിപാസിൻ്റെ അണ്ടറിൽ 9 കോളേജസ് ആണ് ഉള്ളത്. ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ചുട്ടിപ്പാറ, പത്തനംതിട്ട. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ആർപ്പൂക്കര, ഗാന്ധിനഗർ, കോട്ടയം. അടുത്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ പാല, അടൂർ, കോട്ടയം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ കൂത്താട്ടുകുളം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ പുതുപ്പള്ളി, കോട്ടയം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ നെടുങ്കണ്ടം, ഇടുക്കി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ കൊട്ടാരക്കര. ഇതിൽ 6 സീറ്റ് NRI കോട്ടയ്ക്കാണ്. അടുത്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ കാഞ്ഞിരപ്പള്ളി. ഇതിൽ 6 സീറ്റ് NRI കോട്ടയാണ്. നെക്സ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ സീതത്തോട്, പത്തനംതിട്ട. ഇതിൽ 5 സീറ്റ് NRI കോട്ടയാണ്. അടുത്തത് കോപ്പറേറ്റ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷനാണ്. ഇതിൻ്റെ അണ്ടറിൽ ഒരു കോളേജാണുള്ളത്. അത് ആലപ്പുഴയാണുള്ളത്. ഇതിൽ 42 സീറ്റ് LBS ആപ്ലിക്കേഷൻ വഴിയും 8 സീറ്റ് NRI കോട്ട വഴിയുമാണ് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. ബാക്കിയുള്ള എല്ലാ കോളേജസും പ്രൈവറ്റ് മാനേജ്മെൻറ്റിൻ്റെ, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ, അതായത് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ്. ഇതിൽ ഓരോ ജില്ലയിലും എത്ര കോളേജ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. അതനുസരിച്ച് നിങ്ങൾക്ക് കോളേജ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ട്രിവാൻഡ്രത്ത് 14 കോളേജസ് ആണുള്ളത്. കോളേജ് ഓഫ് നഴ്സിംഗ് അനന്തപുരി ഹോസ്പിറ്റൽ തിരുവനന്തപുരം. അതിൽ 30 LBS സീറ്റും 30 മാനേജ്മെൻറ്റ് സീറ്റും ഉണ്ട്. CSI കോളേജ് ഓഫ് നഴ്സിംഗ്, ഇത് ക്രിസ്ത്യൻ മൈനോറിറ്റിയാണ്. ഇതിൽ 45 മാനേജ്മെൻറ്റും 45 LBSും 45 മാനേജ്മെൻറ്റ് സീറ്റുമാണ്. ലിറ്റിൽ ഫ്ലോർ കോളേജ് ഓഫ് നഴ്സിംഗ്, അത് ക്രിസ്ത്യൻ മൈനോറിറ്റിയാണ്. 28 LBSും 27 മാനേജ്മെൻറ്റുമാണ്. കിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് ആറ്റിങ്ങൽ, 50 സീറ്റ് LBSും 50 സീറ്റ് മാനേജ്മെൻറ്റുമാണ്. നിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം, 44 LBSും 43 മാനേജ്മെൻറ്റ് സീറ്റുമാണുള്ളത്. നൈറ്റിംഗേൽ കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം, 30 സീറ്റ് LBSും 30 മാനേജ്മെൻറ്റുമാണ്. PRS കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം, 40 സീറ്റ്
LBSും 40 സീറ്റ് മാനേജ്മെൻറ്റുമാണുള്ളത്. അടുത്ത ശ്രീ ഗോകുലം നഴ്സിംഗ് കോളേജ് തിരുവനന്തപുരം, അതിൽ 50 സീറ്റ് LBS, 50 സീറ്റ് മാനേജ്മെൻറ്റ്. SP ഫോർട്ട് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം, 20 LBS, 20 മാനേജ്മെൻറ്റ്. സരസ്വതി കോളേജ് ഓഫ് നഴ്സിംഗ് ഭീമാപ്പള്ളി തിരുവനന്തപുരം, അതിലും 30 സീറ്റ് LBSും 30 സീറ്റ് മാനേജ്മെൻറ്റുമാണ് ഉള്ളത്. ശിവഗിരി മെഡിക്കൽ മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗ്, അതിൽ 35 സീറ്റ് LBSും 35 സീറ്റ് മാനേജ്മെൻറ്റും. ശ്രീ ശാരദ കോളേജ് ഓഫ് നഴ്സിംഗ് 20 സീറ്റ് LBS, 20 സീറ്റ് മാനേജ്മെൻറ്റാണ്. രുക്മണി കോളേജ് ഓഫ് നഴ്സിംഗ് 25 സീറ്റ് LBSും 25 മാനേജ്മെൻറ്റാണ്. കോർപ്പറേറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം 45 LBS, 45 മാനേജ്മെൻറ്റുമാണ്. അടുത്തത് കൊല്ലം ഡിസ്ട്രിക്റ്റാണ്. ഇതിൽ 11 കോളേജസ് ആണുള്ളത്. ഓരോരുത്തരും അവനവൻ്റെ ഡിസ്ട്രിക്റ്റിലുള്ള കോളേജസ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതാണ്. അസിസി കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം 25 LBS, 25 മാനേജ്മെൻറ്റ്. ബിഷപ്പ് ബെൻസ് കോളേജ് ഓഫ് നഴ്സിംഗ് ക്രിസ്ത്യൻ മൈനോറിറ്റിയാണ്, 30 LBS, 30 മാനേജ്മെൻറ്റ്. ഹോളിക്രോസ് കോളേജ് ഓഫ് നഴ്സിംഗ് കൊട്ടിയം ക്രിസ്ത്യൻ മൈനോറിറ്റി, 32 LBS ആൻഡ് 33 മാനേജ്മെൻറ്റ്. സെയിൻറ്റ് ജോസഫ് കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം ക്രിസ്ത്യൻ മൈനോറിറ്റിയാണ്, 25 LBS ആൻഡ് 25 മാനേജ്മെൻറ്റ്. NS മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം, 30 LBS ആൻഡ് 30 മാനേജ്മെൻറ്റ്. ട്രാവൻകൂർ കോളേജ് ഓഫ് നഴ്സിംഗ് മെഡ്സിറ്റി ഹോസ്പിറ്റൽ കൊല്ലം, 35 LBS ആൻഡ് 35 സീറ്റ് മാനേജ്മെൻറ്റ്. വിജയ കോളേജ് ഓഫ് നഴ്സിംഗ് 43, 42 മാനേജ്മെൻറ്റ്. പരബ്രഹ്മ കോളേജ് ഓഫ് നഴ്സിംഗ് ഓച്ചിറ കൊല്ലം, ദെൻ മേഴ്സി കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം, BNSS കോളേജ് ഓഫ് നഴ്സിംഗ്, ഉപാസന കോളേജ് ഓഫ് നഴ്സിംഗ്. അടുത്തത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ 10 കോളേജസ് ആണ് ഉള്ളത്. അർച്ചന കോളേജ് ഓഫ് നഴ്സിംഗ്, സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജ് ഓഫ് നഴ്സിംഗ്, ഹോളിക്രോസ് കോളേജ് ഓഫ് നഴ്സിംഗ്. ഇത് രണ്ടും ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജസ് ആണ്. നെക്സ്റ്റ് MGM മുത്തൂറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ്, പൊയാനിൽ കോളേജ് ഓഫ് നഴ്സിംഗ് പത്തനംതിട്ട, പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗ് ക്രിസ്ത്യൻ മൈനോറിറ്റിയാണ്. തിരുവല്ല മെഡിക്കൽ മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗ് ക്രിസ്ത്യൻ മൈനോറിറ്റിയാണ്. മൗണ്ട് സിയോൺ കോളേജ് ഓഫ് നഴ്സിംഗ് പത്തനംതിട്ട, ചിത്ര കോളേജ് ഓഫ് നഴ്സിംഗ് പത്തനംതിട്ട, ശ്രീ അയ്യപ്പ കോളേജ് ഓഫ് നഴ്സിംഗ് പത്തനംതിട്ട. നെക്സ്റ്റ് ആലപ്പുഴ ഡിസ്ട്രിക്റ്റാണ്. ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് 4 കോളേജസേ ഉള്ളൂ. KVM കോളേജ് ഓഫ് നഴ്സിംഗ് ചേർത്തല ആലപ്പുഴ, ജോസ്കോ കോളേജ് ഓഫ് നഴ്സിംഗ് ക്രിസ്ത്യൻ മൈനോറിറ്റിയാണ്, ഒൺലി ഗേൾസിന് മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. SH കോളേജ് ഓഫ് നഴ്സിംഗ് ചേർത്തല ആലപ്പുഴ ക്രിസ്ത്യൻ മൈനോറിറ്റിയാണ്. സെയിൻറ്റ് തോമസ് കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴ. അടുത്തത് BSc നഴ്സിംഗ് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ്. അവിടെ 12 കോളേജസ് ആണ് ഉള്ളത്. BCF കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം, കാരിത്താസ് കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം ക്രിസ്ത്യൻ മൈനോറിറ്റിയാണ്. ഇനി പറയുന്ന എല്ലാം ക്രിസ്ത്യൻ മൈനോറിറ്റിയാണ്. സെയിൻറ്റ് തോമസ് കോളേജ് ഓഫ് നഴ്സിംഗ്, ലിറ്റിൽ ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗ്, ശ്രീ മാർ സ്ലീവ കോളേജ് ഓഫ് നഴ്സിംഗ്, മഴ്സി കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം. അടുത്തത് വേളാങ്കണ്ണി മാതാ കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം, ലയമ്മ മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം, തിരുഹൃദയ കോളേജ് ഓഫ് നഴ്സിംഗ് SH മെഡിക്കൽ സെൻറ്റർ കോട്ടയം ക്രിസ്ത്യൻ മൈനോറിറ്റിയാണ്. തിയോഫിലസ് കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം, അസിസി കോളേജ് ഓഫ് നഴ്സിംഗ് ഗുരു എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് കോട്ടയം. ഇടുക്കി ഡിസ്ട്രിക്റ്റ് 4 കോളേജസ് ആണുള്ളത്. അൽഅസർ കോളേജ് ഓഫ് നഴ്സിംഗ്, ഹോളി ഫാമിലി കോളേജ് ഓഫ് നഴ്സിംഗ്, സെയിൻറ്റ് ജോൺ കോളേജ് ഓഫ് നഴ്സിംഗ്, അൽഫോൻസ കോളേജ് ഓഫ് നഴ്സിംഗ് മുരിക്കാശ്ശേരി. അവിടെ 40 സീറ്റാണ്. 40 സീറ്റും ലാസ്റ്റ് ഇയറിൽ LBS ആപ്ലിക്കേഷൻ വഴിയാണ്. ഈ വർഷം മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ വഴിയുള്ളതും വരാൻ ചാൻസ് ഉണ്ട്. BSc നഴ്സിംഗ് പ്രൈവറ്റ് ഫിനാൻസ് കോളേജസ് എറണാകുളം 18 കോളേജസാണ്. ഏറ്റവും കൂടുതൽ കോളേജസ് ഉള്ളത് എറണാകുളം ജില്ലയിലാണ്. കാർമൽ കോളേജ് ഓഫ് നഴ്സിംഗ് ആലുവ, ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് ഗാന്ധിനഗർ കൊച്ചി, ലിസി കോളേജ് ഓഫ് നഴ്സിംഗ്, ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗ്, മാർ ബെസേലിയസ് കോളേജ് ഓഫ് നഴ്സിംഗ്, മലങ്കര ഓർത്തഡോക്സ് സിറിയൻ കോളേജ് ഓഫ് നഴ്സിംഗ് കോലഞ്ചേരി, കോളേജ് ഓഫ് നഴ്സിംഗ് നിർമ്മല മെഡിക്കൽ സെൻറ്റർ മൂവാറ്റുപുഴ, സാൻജോ കോളേജ് ഓഫ് നഴ്സിംഗ്, സെമരിറ്റൻ കോളേജ് ഓഫ് നഴ്സിംഗ്, ശ്രീ സുധീന്ദ്ര കോളേജ് ഓഫ് നഴ്സിംഗ്, വെൽകെയർ കോളേജ് ഓഫ് നഴ്സിംഗ്, സെയിൻറ്റ് ജോസഫ് കോളേജ് ഓഫ് നഴ്സിംഗ് ദാമങ്കിരി, മെഡിക്കൽ ട്രസ്റ്റ് കോളേജ് ഓഫ് നഴ്സിംഗ്, നജാത്ത് കോളേജ് ഓഫ് നഴ്സിംഗ്, ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓഫ് നഴ്സിംഗ്, ലിസ്യൂസ് കോളേജ് ഓഫ് നഴ്സിംഗ്, ശ്രീനാരായണ കോളേജ് ഓഫ് നഴ്സിംഗ്, ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ്. ഇത്രയും കോളേജസ് ആണ് എറണാകുളം ജില്ലയിൽ ഉള്ളത്.
തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ 9 കോളേജസ് ആണുള്ളത്. അമല കോളേജ് ഓഫ് നഴ്സിംഗ്, അശ്വിനി കോളേജ് ഓഫ് നഴ്സിംഗ്, എലൈറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ്, ജൂബിലി മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗ്, മദർ കോളേജ് ഓഫ് നഴ്സിംഗ്, സ്നേഹോദയ കോളേജ് ഓഫ് നഴ്സിംഗ്, സെയിൻറ്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗ്, വെസ്റ്റ്ഫോർട്ട് കോളേജ് ഓഫ് നഴ്സിംഗ്, മരിയ തെരേസ കോളേജ് ഓഫ് നഴ്സിംഗ്. നെക്സ്റ്റ് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ്. അവിടെ 8 കോളേജസ് ആണുള്ളത്. ക്രിസ്ത്യൻ കോളേജ് ഓഫ് നഴ്സിംഗ്, കരുണ കോളേജ് ഓഫ് നഴ്സിംഗ്, സെവൻത് ഡേ കോളേജ് ഓഫ് നഴ്സിംഗ്, PIMS കോളേജ് ഓഫ് നഴ്സിംഗ്, സാൻജോ കോളേജ് ഓഫ് നഴ്സിംഗ്, PK ദാസ് കോളേജ് ഓഫ് നഴ്സിംഗ്, അഹാലിയ കോളേജ് ഓഫ് നഴ്സിംഗ്, വള്ളുവനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ്, ഒറ്റപ്പാലം, പാലക്കാട്. ഇവിടെ LBS ആപ്ലിക്കേഷൻ 50 സീറ്റിലേക്ക് നടക്കുന്നത്. നെക്സ്റ്റ് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്. അവിടെ 7 കോളേജസ് ഉണ്ട്. കോളേജ് ഓഫ് നഴ്സിംഗ് EMS മെമ്മോറിയൽ, MES കോളേജ് ഓഫ് നഴ്സിംഗ് മുസ്ലിം മൈനോറിറ്റി ആണ്, MEMS കോളേജ് ഓഫ് നഴ്സിംഗ്, കോളേജ് ഓഫ് നഴ്സിംഗ് മൗലാന ഹോസ്പിറ്റൽ, അൽഷിഫ കോളേജ് ഓഫ് നഴ്സിംഗ്, കിടപ്പള്ളി ഹോസ്പിറ്റൽ, അൽമാസ് കോളേജ് ഓഫ് നഴ്സിംഗ്. അടുത്തത് BSc നഴ്സിംഗ് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ്. 9 കോളേജസ് ആണ് ഉള്ളത്. ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ്, JDT ഇസ്ലാം കോളേജ് ഓഫ് നഴ്സിംഗ്, KMCT കോളേജ് ഓഫ് നഴ്സിംഗ്, PVS കോളേജ് ഓഫ് നഴ്സിംഗ്, ശ്രീ അഞ്ജന കോളേജ് ഓഫ് നഴ്സിംഗ്, റെഡ് ക്രിസന്റ് കോളേജ് ഓഫ് നഴ്സിംഗ്, ശാന്തി കോളേജ് ഓഫ് നഴ്സിംഗ്, നാഷണൽ ഹോസ്പിറ്റൽ കോളേജ് ഓഫ് നഴ്സിംഗ്, നിർമ്മല കോളേജ് ഓഫ് നഴ്സിംഗ്. നെക്സ്റ്റ് വയനാട് ഡിസ്ട്രിക്റ്റിലാണ്. 3 കോളേജസ് ആണുള്ളത്. അസംഷൻ കോളേജ് ഓഫ് നഴ്സിംഗ്, ഡോക്ടർ മൂപ്പൻസ് കോളേജ് ഓഫ് നഴ്സിംഗ്, വിനായക കോളേജ് ഓഫ് നഴ്സിംഗ്. നെക്സ്റ്റ് കണ്ണൂർ 9 കോളേജസ്, AKG മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ്, ക്രിസന്റ് കോളേജ് ഓഫ് നഴ്സിംഗ്, ധനലക്ഷ്മി കോളേജ് ഓഫ് നഴ്സിംഗ്, കൊയിലി കോളേജ് ഓഫ് നഴ്സിംഗ്, ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗ്, കനോസ കോളേജ് ഓഫ് നഴ്സിംഗ്, കോളേജ് ഓഫ് നഴ്സിംഗ് കേരള കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ മെഡിക്കൽ കോളേജ് കണ്ണൂർ, തളിപ്പറമ്പ് കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ്, കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് പയ്യന്നൂർ. അടുത്തത് കാസർഗോഡ് 2 കോളേജസ് ആണുള്ളത്. മാലിക് ദീനാർ കോളേജ് ഓഫ് നഴ്സിംഗ്, ലക്ഷ്മി മേഘൻ കോളേജ് ഓഫ് നഴ്സിംഗ്. മജോറിറ്റി ഓഫ് കോളേജസ് സീറ്റ് എൻഹാൻസ്മെൻറ്റിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. സീറ്റ് എൻഹാൻസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള സീറ്റ് കപ്പാസിറ്റിയിൽ നിന്ന് കൂടുതൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ കൂടുതൽ സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കുറച്ച് കോളേജുകളുടെ ഫൈനൽ ഇൻസ്പെക്ഷൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്. ആ കോളേജും ഈ വർഷം സ്റ്റുഡൻസിനെ എടുത്താൽ വീണ്ടും കൂടുതൽ സ്റ്റുഡൻസിന് സീറ്റ് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഏതെല്ലാം കോളേജസ് ആണ് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളത് എന്ന് നിങ്ങൾ അറിയണം. അതിനുശേഷം നിങ്ങൾ കോളേജ് സെലക്ട് ചെയ്യുക. 10 കോളേജും സെലക്ട് ചെയ്യണം. 5 കോളേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് 5 അവിടെ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഇടാം എന്നോർത്ത് നിങ്ങൾ നിൽക്കരുത്. ഒരേ പേരുള്ള ഒന്നിൽ കൂടുതൽ, അതായത് 2ൽ കൂടുതൽ കോളേജസ് നമ്മൾ ഓൾറെഡി കണ്ടു. അതുകൊണ്ട് നിങ്ങൾ ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെ കോളേജും ഐഡൻറ്റിഫൈ ചെയ്ത് കംപ്ലീറ്റ് അഡ്രസ്സോട് കൂടി നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ ലിസ്റ്റ് വേണ്ടതാണ്.